ഹലോ ഫ്രണ്ട്സ്, വിനുവാണ് പ്ലംബിംഗ് കൺസൾട്ടൻറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കിച്ചൻ്റെ സിങ്ക് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് തന്നെ പ്ലാൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പായി എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സാധാരണ ആദ്യം തന്നെ പോയി സിങ്ക് എടുക്കും, പക്ഷേ സിങ്കിൻ്റെ ടാപ്പ് എടുക്കില്ല. ടാപ്പ് അവസാനം പോയിട്ട് എടുക്കുക. അപ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിങ്കിൻ്റെ അളവെടുത്ത് ഗ്രാനൈറ്റും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ടായിരിക്കും സിങ്കിൻ്റെ ടാപ്പ് മേടിക്കുക. അത് കഴിഞ്ഞ് ടാപ്പ് മേടിച്ചുകൊണ്ട് വരുമ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാപ്പ് വയ്ക്കാനായിട്ട് സിങ്കിൻ്റെ ബാക്കിൽ സ്ഥലം ഇല്ലാണ്ട് പോയിട്ട് വരും. ഈ ഒരു പ്രശ്നം പലപ്പോഴും സംഭവിക്കുന്നതാണ്. ഇത് എന്നിട്ട് ലാസ്റ്റ് ഗ്രാനൈറ്റ് പൊളിച്ച് കളഞ്ഞ് രണ്ടാമത് കബോർഡ് മാറ്റിയടിച്ച് ലാസ്റ്റ് ടാപ്പ് വയ്ക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ടാക്കി, പിന്നെ അല്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും മൂലയ്ക്ക് കൊണ്ടുവച്ച് ഒരു ഭംഗിയില്ലാത്ത രീതിയിലാക്കി, അങ്ങനെയൊക്കെ ആവുന്ന സാഹചര്യങ്ങളുണ്ടാവും. നമ്മളിവിടെ 9 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് മേടിച്ചിരിക്കുന്ന നമ്മുടെ പാർട്ടി മേടിച്ചിരിക്കുന്ന ടാപ്പ്, സിങ്ക് ടാപ്പ് 6.5 സെൻറ്റിമീറ്ററോളം അതിൻ്റെ ബേസ് വരുന്നുണ്ട്. ഇതാണ് ഇവിടെ വയ്ക്കാൻ ഉള്ള സിങ്ക് ടാപ്പ്. ഇതിൻ്റെ ബേസ് 6.5 സെൻറ്റിമീറ്ററോളം വീതി വരുന്നുണ്ട്. ആ ടാപ്പ് ഇവിടെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു 9 സെൻറ്റിമീറ്റർ എങ്കിലും മിനിമം കണക്കാക്കണം. അതുകൊണ്ട് സിങ്ക് വാങ്ങുമ്പോഴും സിങ്കിൻ്റെ ഒപ്പം സിങ്കിൻ്റെ ടാപ്പും വാങ്ങണം. കബോർഡ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ വാങ്ങി സെറ്റാക്കി വെക്കണം. അത് പിന്നെ വാങ്ങാമെന്ന് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന പണി വളരെ കോസ്റ്റ്ലി ആയിരിക്കും. പിന്നെ നമ്മൾ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിങ്കിൻ്റെ ടാപ്പ് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ സിങ്ക് വയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇപ്പം നമുക്ക് പ്യൂരിഫയർ, എല്ലാ വീടുകളിലും ഇപ്പോൾ പ്യൂരിഫയർ എല്ലാവരും വയ്ക്കുന്നുണ്ട്. വാളിലൊക്കെ വയ്ക്കുന്ന പ്യൂരിഫയർ ആണെങ്കിൽ വാളിന് അവിടെ അതിനുള്ള സ്പേസ് കണക്കാക്കിയാൽ മതി. അത് കബോർഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി കിച്ചൻ്റെ സ്ലാബ് ഇടുമ്പോഴോ അതൊക്കെ നോക്കിയാൽ മതി. ഇനി നമുക്ക് സിങ്കിൻ്റെ അടിയിൽ തന്നെ ബിലോ കൗണ്ടർ പ്യൂരിഫയറാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്പേസും അതിനുള്ള വെള്ളത്തിൻ്റെ പോയിൻറ്റും കൂടി നമ്മൾ ഇവിടെ കണക്കാക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അതും പിന്നീട് ഭാവിയിൽ ഒരു പണി കിട്ടാനുള്ള സാധനങ്ങളാണ്. ഇവിടെ തൽക്കാലം ബിലോ കൗണ്ടർ അല്ല, വാളിൽ വരുന്ന പ്യൂരിഫയറാണ്. അതുകൊണ്ട് ഇവിടെ നമ്മളത് കൊടുത്തിട്ടില്ല. ബിലോ കൗണ്ടർ ആണെങ്കിൽ അതിന് കൂടുതൽ സ്പേസ് വേണം. അതിൻ്റെ ഒരു പ്രഷർ ജാറ് വയ്ക്കാനുള്ള സ്പേസും അതിൻ്റെ ഫിൽട്ടർ യൂണിറ്റും വയ്ക്കാനുള്ള സ്പേസും കണക്കാക്കിയിട്ട് വേണം കൗണ്ടർ അടിക്കാനായിട്ട്. അതുകൊണ്ട് കിച്ചൺ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഈ സിങ്കിൻ്റെ ടാപ്പിൻ്റെ കാര്യവും അതുപോലെ പ്യൂരിഫയറിൻ്റെ കാര്യവും നമ്മൾ എപ്പോഴും മുന്നേ ചിന്തിക്കേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്.